ഗുഡ് ഈവനിങ് ഓൾ. നമ്മളിന്ന് പഠിക്കുന്ന ടോപ്പിക്ക് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. ഫസ്റ്റ് നമ്മൾ ഹോസ്പിറ്റൽ വേസ്റ്റ് ആണ് നോക്കുന്നത്. ആശുപത്രികളിലെ മാലിന്യം രണ്ട് തരത്തിലുണ്ട്, ബയോമെഡിക്കൽ വേസ്റ്റ് എന്നും ഇൻഫെക്ഷ്യസ് വേസ്റ്റ് എന്നും. നമുക്ക് ബയോമെഡിക്കൽ വേസ്റ്റ് എന്താണെന്ന് നോക്കാം. അതായത് മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ രോഗനിർണയം, ചികിത്സ, പ്രതിരോധ കുത്തിവയ്പ്പ്, അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പരിശോധനയിലോ ഉണ്ടാകുന്ന ഏതെങ്കിലും ഖരദ്രാവക മാലിന്യങ്ങളെ നമുക്ക് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയാം. നെക്സ്റ്റ് ഇൻഫെക്ഷ്യസ് വേസ്റ്റ് അഥവാ പകർച്ചവ്യാധി മാലിന്യങ്ങൾ. അവ എന്താണ്? രോഗത്തിന് കാരണമാകുന്ന രോഗകാരികൾ മതിയായ അളവിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളാണ്. ഇവ എന്താണ്? അപകടകാരികളാണ്. ഓക്കെ, അതിന് എക്സാമ്പിളാണ് ലബോറട്ടറിയിൽ നിന്നും, അതുപോലെ തന്നെ വേസ്റ്റ് ഫ്രം സർജറി, വേസ്റ്റ് ഒറിജിനേറ്റിംഗ് ഫ്രം ഇൻഫെക്ഷ്യസ് പേഷ്യൻസ്. ഓക്കെ, എന്താണ് നോക്കിയത്? ബയോമെഡിക്കൽ വേസ്റ്റും ഇൻഫെക്ഷ്യസ് വേസ്റ്റുമാണ്. അപ്പോൾ ഇവയുടെയൊക്കെ ഉറവിടങ്ങളാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. സോഴ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് എവിടെയൊക്കെ ആയിരിക്കും? ആശുപത്രികൾ, നഴ്സിംഗ് ഹോമുകൾ, ക്ലിനിക്കുകൾ, മെഡിക്കൽ ലബോറട്ടറികൾ, ബ്ലഡ് ബാങ്ക്, മോർച്ചറി, മെഡിക്കൽ ഗവേഷണ പരിശീലന കേന്ദ്രങ്ങൾ, അതുപോലെ ബയോടെക്നോളജി സ്ഥാപനം. ഇവയൊക്കെ എന്താണ്? സോഴ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്ലാസിഫിക്കേഷൻസ് ആണ്. ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ വർഗീകരണം. അതായത് ബയോമെഡിക്കൽ മാലിന്യത്തിൻ്റെ വർഗീകരണം അവയുടെ സവിശേഷതകളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഉൽപ്പാദനത്തിൻ്റെ സ്രോതസ്സും പരിസ്ഥിതിയിലുണ്ടാകുന്ന അപകടത്തിൻ്റെ തോതും അനുസരിച്ചാണ് നമ്മൾ വർഗീകരിക്കുന്നത്. അതിൽ രണ്ട് തരത്തിലുണ്ട്. ഒന്നാമത്തത് നോൺ ഹസാർഡസ് വേസ്റ്റ് അല്ലെങ്കിൽ അപകടകരമല്ലാത്തവയെന്നും, ഹസാർഡസ് വേസ്റ്റ് അതായത് അപകടകരമായവയെന്നും നമ്മൾ തിരിച്ചിട്ടുണ്ട്. 2 ടൈപ്സ്. ഫസ്റ്റ് പറയുന്നത് നോൺ ഹസാർഡസ് വേസ്റ്റ്. അതിൽ അപകടകരമല്ലാത്ത മാലിന്യങ്ങൾ ബയോമെഡിക്കൽ മാലിന്യത്തിൻ്റെ 75 to 90% എന്തായിരിക്കും? ഗാർഹിക മാലിന്യത്തിന് സമാനമാണ്. സോ അതുകൊണ്ട് തന്നെ അവ എന്താണ്? അപകടകരമല്ല. നെക്സ്റ്റ് എന്താണ്? ഹസാർഡസ് വേസ്റ്റ്, അപകടകരമായ മാലിന്യങ്ങൾ. അതിൽ 10 to 25 ബയോമെഡിക്കൽ മാലിന്യത്തിലാണ് വിഭാഗത്തിൽ പെടുന്നു. അതുപോലെയാണ് അപകടകരമായ മാലിന്യങ്ങൾ ഏകദേശം 15 to 18 പകർച്ചവ്യാധി സ്വഭാവം കാട്ടുന്നുണ്ട്. കൂടാതെ ഏകദേശം 5 to 7% എന്തായിരിക്കും? വിഷാംശം അടങ്ങിയിരിക്കുന്നു, ടോക്സിസിറ്റി അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് എന്തായിരിക്കും? അപകടകരമായ മാലിന്യങ്ങളാണ്. നെക്സ്റ്റ് പറയുന്നത് ദ വേരിയസ് ഹസാർഡ് വേസ്റ്റ് ആണ്. ഓക്കെ, അതിൽ പത്തോളജിക്കൽ വേസ്റ്റിൽ ഹ്യൂമൻ ടിഷ്യൂസ് വരും. അതുപോലെ തന്നെ ദ്രവം, ഫ്ലൂയിഡ്സ്, ബോഡി പാർട്സ്, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? പത്തോളജിക്കൽ വേസ്റ്റ്, രോഗകാരി മാലിന്യങ്ങളെന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്. അതിലെന്തൊക്കെ വരും? എക്സ്പേർഡ് ആയിട്ടുള്ള ബോട്ടിൽസ് അല്ലേ, പെട്ടികൾ, ഇതൊക്കെ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കെമിക്കൽ വേസ്റ്റ്, രാസമാലിന്യം എന്ന് പറയും. അതിലെന്താ? കാലഹരണപ്പെട്ടതോ ആവശ്യമില്ലാത്തതോ ആയ ലായകങ്ങൾ അല്ലെങ്കിൽ എന്താ ലബോറട്ടറി റിയേജൻറ്റുകളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ എന്താണ്? റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഫ്രം റേഡിയോ തെറാപ്പി. ഇവയൊക്കെ എന്താണ്? വേരിയസ് ഹസാർഡ് വേസ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ് നോക്കുന്നത്. അതായത് മനുഷ്യൻ്റെ ആരോഗ്യത്തിനും ചുറ്റുമുള്ള ആവാസ വ്യവസ്ഥയ്ക്കും വിവിധ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നത് കൊണ്ട് തന്നെ ബയോമെഡിക്കൽ മാലിന്യങ്ങളുടെ ശരിയായ മാനേജ്മെൻറ്റ് എന്താണ്? ആവശ്യമാണ്. അതിനുള്ള നടപടികളാണ് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെയാണ്? കളക്ഷൻ, സെഗ്രിഗേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ട്രീറ്റ്മെൻറ്റ്, ലാസ്റ്റ് ഡിസ്പോസിബിൾ ആണ്. അതായത് ശേഖരണം, വേർതിരിക്കൽ, ഗതാഗതം, ചികിത്സ, നിർമ്മാർജ്ജനം. ഓക്കെ, നമുക്കിനി ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ഫസ്റ്റ് പറയുന്നത് എന്തായിരുന്നു? സെഗ്രിഗേഷൻ അല്ലേ. സെഗ്രിഗേഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. സെഗ്രിഗേഷൻ അല്ലെങ്കിൽ വേർതിരിക്കൽ, അതായത് മാലിന്യങ്ങൾ വ്യത്യസ്ത വിഭാഗങ്ങളായി തരംതിരിക്കുന്നത് മറ്റുള്ളവരുമായിട്ട് മറ്റുള്ള മാലിന്യങ്ങളുമായിട്ട് കലരുന്നത് ഒഴിവാക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന മാലിന്യങ്ങളെ പല കളർ കോഡ് ബാഗുകളായിട്ട് അല്ലെങ്കിൽ തിരിച്ചിട്ടുണ്ട്, കണ്ടെയ്നറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനെയാണ് സെഗ്രിഗേഷൻ, മാലിന്യങ്ങളെ സെഗ്രിഗേഷൻ അല്ലെങ്കിൽ വേർതിരിക്കൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? കളക്ഷൻ ആൻഡ് സ്റ്റോറേജ്, ശേഖരണവും സംഭരണവുമാണ്. അതായത് കളക്ഷൻ ആൻഡ് സ്റ്റോറേജിൽ പറയുന്നത്
വിവിധ തരത്തിലുള്ള മാലിന്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സംസ്കരിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? അവ ശേഖരിച്ച് സൂക്ഷിക്കണം. അതുപോലെ തന്നെ എന്തായിരിക്കും? ഓരോ ബയോ ഹസാർഡ് ചിഹ്നം നമ്മൾ ലേബൽ ചെയ്തിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം. അതായത് ആശുപത്രികളിലെ സെൻട്രൽ സ്റ്റോറേജ് ഏരിയകളിലാണ് മാലിന്യങ്ങൾ താൽക്കാലികമായി നമ്മൾ സൂക്ഷിക്കുന്നത്. അവിടെ നിന്ന് മാലിന്യത്തിൻ്റെ അളവ് അനുസരിച്ചാണ് ദിവസത്തിൽ 1-2 തവണ സംസ്കരണ സ്ഥലത്തേക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാലിന്യ ബാഗുകൾ കണ്ടെയ്നറുകളായിട്ട് ശരിയായി അടച്ച് ലേബലാണ് ചെയ്തിരിക്കുന്നത്. അതിനെ നമുക്ക് എന്തോ പറയാം? ട്രാൻസ്പോർട്ടേഷൻ. നെക്സ്റ്റ് എന്താ? ഡിസ്പോസൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. അതിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വരും. അതായത് കൊണ്ടുപോകുന്നത്, ഈ വേസ്റ്റുകൾ കൊണ്ടുപോകുന്ന രീതിയാണ് നമ്മൾ നോക്കുന്നത്. ട്രക്ക്, ട്രാക്ടർ, ട്രോളി. നോക്കുക, ട്രക്ക്, ട്രാക്ടർ, ട്രോളി ഇവയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? വാഹനങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വേസ്റ്റ് നമ്മൾ കൊണ്ടുപോകുന്നു. അതിൽ ബയോ ഹസാർഡ് ചിഹ്നം നമ്മൾ ഉണ്ടായിരിക്കണം. ഇതൊക്കെ അല്ലേ? നെക്സ്റ്റ് ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യുന്ന രീതികളാണ് നോക്കുന്നത്. ഓക്കെ. അതിൽ ദഹിപ്പിക്കലുണ്ട്, കെമിക്കൽ അണുവിമുക്തമാക്കലുണ്ട്, പിന്നെന്താ? വൈറ്റ് തെർമൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, മൈക്രോവേവ് ഉണ്ട്, ലാൻഡ് ഡിസ്പോസൽ ഉണ്ട്. ഇതൊക്കെ നമുക്ക് മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്ന രീതികളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. ഓട്ടോക്ലേവിംഗ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഓട്ടോക്ലേവിംഗ് എന്താണ് നമുക്ക് നോക്കാം. ഓട്ടോക്ലേവിംഗ് എന്ന് പറയുന്നത് നീരാവി ഉപയോഗിച്ച് ഉപകരണങ്ങളും വസ്തുക്കളും പൂർണ്ണമായി അണുവിമുക്തമാക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇതിൽ മെഷീൻസിൽ ഉയർന്ന മർദ്ദത്തിൽ സൂപ്പർ ഹീറ്റ് സ്റ്റീം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 121 ഡിഗ്രി സെൽഷ്യസ് മുതൽ 134 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ കൊടുക്കുന്നുണ്ട്. സമയം വന്ന് 50 to 60 മിനിറ്റ്സ് വരെയാണ് നമ്മൾ അണുവിമുക്തമാക്കുന്നതിന് കൊടുക്കുന്നത്. ഓക്കെ. 1998 ബയോമെഡിക്കൽ വേസ്റ്റ് നിയമങ്ങളിലാണ് ഓട്ടോക്ലേവിനുള്ള മാനദണ്ഡങ്ങൾ നമ്മൾ പരാമർശിച്ചിട്ടുള്ളത്. ഓട്ടോക്ലേവിംഗ് സിസ്റ്റം. ഓക്കെ. നെക്സ്റ്റ് ഷ്രെഡിംഗ് ആണ്. ഷ്രെഡിംഗ് എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പികൾ അല്ലെങ്കിൽ IV സിറിഞ്ച്, കത്തീറ്ററുകൾ, ഷാർപ്പുകൾ ഇവയൊക്കെ ഉള്ള സംസ്കരണത്തിനെയാണ് ഷ്രെഡിംഗ് എന്ന് പറയുന്നത്. പിന്നെന്താണ്? ലാൻഡ് ഡിസ്പോസൽ. ലാൻഡ് ഡിസ്പോസൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദഹിപ്പിക്കലാണ്. ഓക്കെ. നെക്സ്റ്റ് ഇൻസിനറേഷൻ. ഇൻസിനറേഷൻ എന്ന് പറയുമ്പം നമ്മൾ ഒരു ഹൈ ടെമ്പറേച്ചർ വെച്ചിട്ട് നമ്മൾ കത്തിച്ച് കളയുന്ന ഒരു രീതിയെയാണ് നമ്മൾ ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് സേഫ്റ്റി മെഷേഴ്സ് ആണ്. സുരക്ഷാ നടപടികളെന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ്? നമ്മൾ ഈ പറയുന്ന വേസ്റ്റുകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായ സുരക്ഷാ നടപടികൾ നമ്മൾ സ്വീകരിക്കുക. ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് ബി എന്നിവയ്ക്കെതിരെ നമ്മൾ എന്ത് ചെയ്യുക? വാക്സിനേഷൻ മുതലായവ സ്വീകരിക്കുക. ഓക്കെ. ഇതൊക്കെയാണ് സേഫ്റ്റി മെഷേഴ്സിൽ വരുന്നത്. നമ്മൾ പറഞ്ഞ എന്തൊക്കെയായിരുന്നു? ഡിസ്പോസൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് ആണ്. ഇൻസിനറേഷൻ, ലാൻഡ് ഡിസ്പോസൽ, ഷ്രെഡിംഗ്, ഓട്ടോക്ലേവിംഗ്, ഡീബറിയൽ. ഡീബറിയൽ എന്ന് വെച്ചാൽ കുഴിയെടുത്ത് വേസ്റ്റുകൾ മൂടുന്ന ഒരു രീതിയെയാണ് നമ്മൾ ഡീബറിയൽ എന്ന് പറയുന്നത്. ഓക്കെ. നമുക്കിനി നമ്മൾ വേസ്റ്റ് എങ്ങനെ സെഗ്രിഗേഷൻ ചെയ്യുന്നത് പറഞ്ഞു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞു, കളക്ഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഈ പറയുന്ന വേസ്റ്റുകൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ തരം തിരിച്ച് ഓരോ വേസ്റ്റിന് നമ്മൾ ഇടുന്നതെന്ന് നമുക്ക് നോക്കാം. ഓരോ വേസ്റ്റ് എടുക്കുമ്പോഴും അതിൻ്റേതായ ബക്കറ്റുകൾ അല്ലെങ്കിൽ ബിൻസ് നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ടുണ്ട്. ആ ബിന്നുകൾക്ക് കളർ കോഡുണ്ട്. ഓരോ ബിന്നിനും ഓരോ കളർ കോഡുകളുണ്ട്. കളർ കോഡുകൾ വന്ന് മഞ്ഞ, ചുമപ്പ്, നീല, വെള്ള, കറുപ്പ്, ഗ്രീൻ ഇവയാണ്. യെല്ലോ, റെഡ്, ബ്ലൂ, വൈറ്റ്, ബ്ലാക്ക്, ഗ്രീൻ. ഇതിലൊക്കെ ഇടുന്ന ഏത് തരം വേസ്റ്റുകളാണെന്ന് നമുക്ക് നോക്കാം. മഞ്ഞ അല്ലെങ്കിൽ യെല്ലോയിലാണെങ്കിൽ കോട്ടൺ,
പിന്നെന്താ ബോഡി ഫ്ലൂയിഡ്സ്, ഓർഗൻസ്, ഫേസ് മാസ്ക്, ക്യാപ്പ്, എക്സ്പേർഡ് മെഡിസിൻസ്, ശസ്ത്രക്രിയാ മാലിന്യങ്ങൾ ഇവയൊക്കെ നമ്മൾ മഞ്ഞ ബക്കറ്റുകളിലാണ് നിക്ഷേപിക്കുന്നത്. നെക്സ്റ്റ് ചുമപ്പാണ്. ചുമപ്പാണെങ്കിൽ സിറിഞ്ച് നീഡിലില്ലാതെ, അതുപോലെ IV സെറ്റ്, കത്തീറ്റർ, കയ്യുറ, യൂറിൻ ബാഗ്, IV ബോട്ടിൽസ്, ഡയാലിസിസ് കിറ്റ് ഇവയൊക്കെ നമ്മൾ ചുവന്ന ബക്കറ്റുകളിൽ നിക്ഷേപിക്കുന്നുണ്ട്. നീലയാണെങ്കിൽ എന്തായിരിക്കും? ആംബ്യൂൾസ്, മരുന്നുകൾ വരുന്ന ആംബ്യൂൾസ്, വൈൽസ് ഇവയൊക്കെ നമ്മൾ നീല ബക്കറ്റിൽ ഇടുന്നുണ്ട്. വെള്ളയിലാണെങ്കിൽ ഷാർപ്പ് ഐറ്റംസ്, സൂചി, ബ്ലൈഡുകൾ ഇടുന്നുണ്ട്. അടുത്ത് ബ്ലാക്ക് ആണെങ്കിൽ പ്ലാസ്റ്റിക് ബാഗുകൾ. ഗ്രീൻ ആണെങ്കിൽ നോർമലി എല്ലാവർക്കും അറിയാം, കപ്പ്, പേപ്പർ, ടിഷ്യൂസ് ഒക്കെ നമ്മൾ ഗ്രീനിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കളർ കോഡ് മസ്റ്റായിട്ട് നിങ്ങൾ എല്ലാവരും പഠിക്കുക. ഏതൊക്കെയായിരുന്നു? ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എല്ലായിടവും വെച്ചിട്ടുണ്ട് ഈ പറയുന്ന ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഓരോ വേസ്റ്റ് നമ്മൾ ഈ പറയുന്ന കളർ കോഡ് അനുസരിച്ചിട്ടുള്ള ബക്കറ്റുകളിൽ അല്ലെങ്കിൽ ബിന്നുകളിലാണ് നമ്മൾ നിക്ഷേപിക്കാനുള്ളത്. അതുപോലെ നമ്മൾ ഓരോ വേസ്റ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ സേഫ്റ്റിന്നും കൂടെ നമ്മൾ നോക്കുക അല്ലേ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഗ്ലൗസ് ഇടുക, ഏപ്രൺസ് ഇടുക, പിന്നെ എന്തായിരിക്കും, മാസ്ക് ധരിക്കുക അല്ലേ, ബൂട്ട്സ് ഉപയോഗിക്കുക അല്ലേ. ഇതൊക്കെ നമ്മൾ നമ്മുടെ സേഫ്റ്റി ഡിവൈസിൽ വരുന്നവയാണ്. കൂടാതെ പിന്നെ ക്ലീനിങ് ഡിവൈസ്, നമ്മൾ ഹോസ്പിറ്റലൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ നമുക്കറിയാം. ബ്രൂംസ്, അതുപോലെ ഡസ്റ്റ് ബിൻ, മോപ്പ്, പിന്നെ വേക്കം ക്ലീനർ ഇവയൊക്കെ എന്തായിരിക്കും? ക്ലീനിങ് ഡിവൈസിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കാനുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ എന്തോ പറഞ്ഞ് സ്റ്റോറേജ് ആൻഡ് ഹാൻഡിലിങ്ങിൽ വേസ്റ്റ് കൊണ്ടുപോകുന്ന രീതിയാണ്. ട്രോളി, അതുപോലെ വീൽ ബാരോസിലൊക്കെ നമ്മൾ വേസ്റ്റ് കൊണ്ടുപോകുന്ന രീതികളാണ്. ഹോസ്പിറ്റലിലുള്ള വേസ്റ്റ് നമ്മൾ എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മൾ ടൈപ്പ് ഓഫ് വേസ്റ്റ്, ഇൻഫെക്ഷസ് വേസ്റ്റ്, പത്തോളജിക്കൽ വേസ്റ്റ്, ഷാർപ്പ്, കെമിക്കൽ, ഫാർമസ്യൂട്ടിക്കൽ, പിന്നെന്താ റേഡിയോ ആക്റ്റീവ് ഇവയൊക്കെ ടൈപ്പ് ഓഫ് വേസ്റ്റാണ് വരുന്നത്. പിന്നെ കളർ കോഡ് പറഞ്ഞു. പിന്നെന്താ സ്റ്റെപ്സ് ഓഫ് ബയോമെഡിക്കൽ സെഗ്രിഗേഷൻസ്. അപ്പോൾ ഇത്രയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജിൽ വരുന്നത്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിന് കാണാം. ബൈ.